എന്താ രാജു? ഒന്നുമില്ല. സുഖമില്ലാത്തോണ്ട് അച്ഛൻ കുറച്ചു ദിവസമായി എസ്റ്റേറ്റ് വരാത്തോണ്ടാണോ ചെലവൊക്കെ ഇത്രയും പെട്ടെന്ന് കൂടിയത്? ചെലവിന്റെ കണക്ക് വിശദമായാലുണ്ട്, വിത്ത് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മെയിന്റനൻസ് 17,000, വേജസ് 1,20,000, ഇലക്ട്രിസിറ്റി 8,000, ഫോറസ്റ്റ് 5,000. ഇതെന്താ ഫോറസ്റ്റ് 5,000? അത് ഫോറസ്റ്റുകാർക്ക് ഓണത്തിന് മുമ്പ് പതിവുള്ളതാ. ഈ ചെക്കൊന്ന് ഞാൻ നാളെ മറ്റന്നാൾ എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്, അപ്പൊ ചെക്കപ്പ് ഇട്ട് തരാം. ക്യാഷ് തീരില്ലാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അതനുസരിച്ചാ മതി. ശരി. എന്താ മാനേജരുമായിട്ടൊരു പിണക്കം? എന്ത് പറയാനാ, എത്ര പൈസ കൊടുത്താലും ചെലവിന് മതിയാവില്ല. അച്ഛൻ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ആ വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. വേണ്ട വേണ്ട, സാറ് കിടന്നാ മതി. ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാ. എല്ലാം നോർമൽ ആയതുകൊണ്ടാണല്ലോ എനിക്ക് അറ്റാക്ക് വന്നത്. ആരാ അവിടെ ഉച്ചത്തിൽ? സുരേഷായിരിക്കും, അല്ലാതാരാ? ഇത് 2,000 രൂപയുണ്ട്. ഇനി അടുത്തൊന്നും പൈസ ചോദിച്ചേക്കരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കും. ചോദിച്ചാൽ ഇവിടെ തരാൻ ആളുണ്ടാവില്ലെന്ന് മാത്രം. അയ്യോ, അങ്ങനെ വാശിയൊന്നും പിടിക്കണ്ട. ഓശാരമൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്കും കൂടെ അവകാശപ്പെട്ടതായത്. നിന്റെ തന്ത ശങ്കരമേനോൻ സ്വന്തം ചേട്ടനായ എന്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ സ്വത്താ നീയൊക്കെ അനുഭവിക്കുന്നത്. എന്റെ അച്ഛനൊരു പാവമായിരുന്നു, ഒന്നും ചോദിച്ചില്ല. അങ്ങേര് ചത്തെന്ന് കരുതി ആരും സമാധാനിക്കാവെന്ന് കരുതണ്ട. ആ പൈസ മുഴുവൻ കണക്ക് തീർത്ത് വാങ്ങിക്കാൻ എനിക്കറിയാം. തോന്നിവാസം പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്റെ അച്ഛന് ഒരാളെയും പറ്റിക്കേണ്ട കാര്യമില്ല. ചേട്ടന്റെ മകനല്ലേ നോർത്ത് അച്ഛൻ നിങ്ങളെ സഹായിച്ചതിന് നിങ്ങൾ നൽകിയ വ്യാഖ്യാനം കൊള്ളാം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ല് കാശ് സുരേഷ് വാങ്ങുന്ന എനിക്കൊന്ന് കാണണം. നിന്റെ ഭീഷണി ഒന്നും എന്റെ അടുത്ത് വേണ്ട. വരച്ച വരെ നിർത്തി ചോദിക്കുന്ന കാശ് വാങ്ങിക്കുന്നതിന് കാണണോ? ആഹാ, പിന്നെ വാങ്ങും. നിങ്ങൾക്ക് ഈ വായ്ത്താളല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? എന്നാ നീ കാണും. അല്പം ദൂരെ ഒന്ന് സംസാരിച്ചാൽ മതി. സുരേഷ്, എന്തായി കാണിക്കുന്നേ? അപ്പുറത്തെ രോഗി കിടക്കുന്ന ആരും ഓർമ്മയുണ്ടോ? അയ്യോ, അയാളോട് കേൾക്കാനായി പറയുന്നത്. എന്താ ഇത് സുരേഷ്? ഒന്നിങ്ങോട്ട് വന്നേ. വരാൻ. മാലിനി, എന്തായി ബഹളമൊക്കെ? കള്ളു കുടിച്ചിട്ട് ഒരു ബോധമില്ല അയാൾക്ക്. ചോദിക്കുമ്പോ ഇവിടുന്ന് കാശ് കൊടുത്തോളണെന്ന്. ഇനി കാശും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. ഹലോ, ലതയാണോ? എന്റെ പേര് രാജി. എന്താ ഓർമ്മയുണ്ടോ? മുമ്പൊരിക്കൽ ഞാൻ നിന്നെ വിളിച്ചിരുന്നു. നീ അത് ഇഗ്നോർ ചെയ്തു. അതിനുള്ള ചെറിയ ശിക്ഷ അന്ന് ഞാൻ ചോദിച്ച 3 ലക്ഷമാണ്. ഇന്ന് എനിക്ക് 5 ലക്ഷം വേണം. എനിക്ക് 5 ലക്ഷം രൂപ ഉടൻ തന്നില്ലെങ്കിൽ സമൂഹത്തിൽ മാന്യനായി നിന്റെ അച്ഛന്റെ തനിനിറം ഞാൻ പുറത്താക്കും. നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ സൂക്ഷിക്കുന്ന രഹസ്യം ഈ നാട് മുഴുവൻ അറിയും. അത് താങ്ങാനുള്ള തന്റെ ഇടം നിന്റെ അച്ഛൻ ഇന്നുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചങ്ക് പൊട്ടി അയാൾ മരിക്കും. നിനക്കത് കാണണോ? സ്നേഹമുള്ള ഒരു മകളും അത് ആഗ്രഹിക്കില്ല. കൂടാതെ നിന്റെ വിവാഹം ഉറച്ചിരിക്കുന്ന സമയവുമാണ്. ലണ്ടനിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവുമോ? എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? 5 ലക്ഷം രൂപ തരുമ്പോഴത് പറയാം. 5 ലക്ഷം രൂപ? പെട്ടെന്ന് ഇത്രയും തുക? എനിക്കല്പ സമയം വേണം. 4 ദിവസം സമയം തരാം, അതിൽ കൂടുതൽ പറ്റില്ല. പിന്നെ അന്ന് പറഞ്ഞ ഹോട്ടൽ ഞാൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എപ്പോൾ എവിടെ പൈസയുമായി വരണമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. നീ എന്താ 4 ദിവസം സമയം കൊടുത്തേ? അത്രയും തുക ഒപ്പിക്കാൻ അവൾക്ക് സമയം വേണമെന്ന് പറഞ്ഞു. ആ കത്തവിടെ എവിടെ? ഹലോ, വക്കീൽ സാറാണോ? ഞാൻ ലതയാണ് സാർ, ശങ്കരമേനോന്റെ മകൾ. എനിക്ക് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം.
നാളെ രാവിലെ വരാം. ഈ വിവരം ലത വീട്ടിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇന്നലെ വിളിച്ചതിന് മുമ്പ് ആ പെണ്ണെന്നാ ഫോൺ ചെയ്തത്? അതേ ദിവസമായിട്ടില്ല. എന്നാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത്രയും ലക്ഷം രൂപ വിലപിടിപ്പുള്ള എന്ത് രഹസ്യം ആ പെണ്ണിന്റെ പക്കലുള്ളത്? ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ ലതയ്ക്ക് വിഷമം തോന്നരുത്. ഒരു പക്ഷേ മേനോൻ സാറിന് വല്ല ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ, ഐ മീൻ, ഇറ്റ് ഈസ് ഓൺലി എ ഡൗട്ട്. ചിലപ്പോ ആ പെണ്ണ് വെറും ബോഗസ് ആയിരിക്കും. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ സർ? അറിയിക്കുന്നതാണ് നല്ലത്. പക്ഷേ ആ പെണ്ണ് പറഞ്ഞതിന് എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ, മേനോൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സംഭവമായാലും പോലീസുകാരറിഞ്ഞോ പിന്നെ നാട്ടിൽ പാട്ടായാൽ അധിക സമയം വേണ്ടി വരില്ല. ഏതായാലും ലത 2-3 ദിവസത്തെ അവധി ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ നമുക്ക് അവളെ കണ്ടുപിടിച്ച് എന്ത് രഹസ്യമാണ് അവിടെ പക്കലുള്ളതെന്ന് അറിയാൻ ശ്രമിക്കാം. ആര് കണ്ടുപിടിക്കും സർ? എന്റെ ഒരു പരിചയക്കാരനുണ്ട്, പേര് ഹരിഹരൻ. അടുത്തറിയാവുന്നവർ ക്യാപ്റ്റൻ എന്ന് വിളിക്കും. അയാൾ കുറെ കൊല്ലം മിലിറ്ററി ഇന്റലിജൻസ് സർവീസിൽ ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം വിട്ടിട്ട് സ്വന്തമായ ഒരു സെക്യൂരിറ്റി ഏജൻസി നടത്തുക. സെക്യൂരിറ്റിക്കാർ ഈ കാര്യത്തിൽ എന്ത് സഹായിക്കാനാ സർ? ഐ ഡോണ്ട് മീൻ ഹിസ് സെക്യൂരിറ്റി ഗാർഡ്സ്, ഹി ഹിംസെൽഫ്. അയാളെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ 1-2 ക്രിമിനൽ കേസിൽ അയാൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അയാളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വെറും ഉഴപ്പിനും അലസിനുമാണെന്നൊക്കെ തോന്നും. പക്ഷെ ആളെങ്ങനെയൊന്നുമല്ല. ഈസ് വെരി ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ്. അല്ല സർ, റിട്ടയർഡ് എന്നൊക്കെ പറയുമ്പോ പ്രായമുള്ള ആളാവില്ലേ? അയാളെ കൊണ്ട് ഈ വക കാര്യങ്ങൾ. റിട്ടയർഡ് എന്ന് കേട്ടപ്പോ ലത തെറ്റിദ്ധരിച്ചു അല്ലേ? ഈസ് യങ് ആൻഡ് സ്മാർട്ട്. 9 വർഷത്തെ സർവീസിന് ശേഷം വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചത് മാത്രം. എന്നാൽ സാർ അയാളോടൊന്ന് പറയണം. ഞാൻ പറയാം. പക്ഷേ ലത നേരിട്ട് അയാളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആശാൻ ഉഴപ്പിക്കളയും. ഞാനെങ്ങനെ നേരിട്ട്? ഐ എം സോറി. സാറിന് അദ്ദേഹത്തോട് പറയണം. എനിക്ക് മനസ്സിലായി. ലതയുടെ പേരോ ഇന്നാരുടെ മോളാണെന്നോ ഒന്നും പറയണ്ട. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ മതി. ഞാനും എന്റെ ഒരു ക്ലയന്റ് ആണെന്ന് മാത്രമേ പറയൂ. ഇതാണ് എന്റെ അഡ്രസ്. ലത നേരിട്ട് വെക്കൂ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ധൈര്യമായിട്ട് വെക്കൂ, ഒന്നും പേടിക്കണ്ട. ശരി, ഞാൻ ഇറങ്ങട്ടെ സർ. ലതേ, പിന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ ഏജൻസി ഇപ്പൊ അല്പ ക്ഷീണത്തില്ല. അതുകൊണ്ട് നല്ലൊരു തുക ഫീസായി ഓഫർ ചെയ്താൽ കാര്യം എളുപ്പം നടക്കും. ശരി സർ. ഓക്കെ.